ഗായ്സ് നമ്മൾ അച്ചാറിടാൻ പോവുകയാണ് കേട്ടോ. അന്ന് നമ്മൾ കുക്കറിൽ ഈ ശർക്കര ഇട്ടിട്ട് ഒരു അച്ചാർ ഉണ്ടാക്കിയില്ലേ. യൂട്യൂബിലും കമൻറ്റ്സ് വന്നിന്, ഇൻസ്റ്റയിലും കുറേ മെസ്സേജ് വന്നിന്, വാട്സപ്പിൽ ഞാൻ സ്റ്റോറി വെച്ചിട്ട് എൻ്റെ അയൽവാസികളും കസിൻസും ഒക്കെ നമുക്ക് മെസ്സേജ് ആക്കിന്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്താണ് സാധനം, എൻ്റെ ഫ്രണ്ട്സുകളും ചോദിക്കുന്നുണ്ടായി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക, പിന്നെ ഇതിലെന്തിനാ ശർക്കര ഇടുന്നതെന്നൊക്കെ. ശർക്കര ഇതിൻ്റെ കയ്പൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് 4 കിലോ നാരങ്ങയാണ്. ഇത് വാങ്ങിച്ചിട്ട് എനിക്ക് ചുമയും ജലദോഷവും പനിയൊക്കെയായി കുറേ അലത്ത് പോയി കിടന്നിട്ട് പോയി. അതിൻ്റെ ബാക്കിയാണ് ഇത് നല്ല കഴുകി ക്ലീനാക്കി വൃത്തിയാക്കി നല്ല മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്കറിലിടാം. പക്ഷെ കുക്കറിലിടുമ്പോൾ എന്താക്കണമെന്ന് പറഞ്ഞാൽ സ്റ്റീലിൻ്റെ കുക്കറിൽ വേണത് വേവിക്കാൻ. മറ്റേ അലുമിനിയത്തിൻ്റെ ആണെങ്കിൽ പണി കിട്ടും, അത് കെമിക്കൽ റിയാക്ഷൻ നടക്കും. പിന്നെ അച്ചാർ കൂട്ടിക്കഴിഞ്ഞാൽ വേറെ എന്തെല്ലാം ആയിപ്പോകും. അത്ര എനിക്കറിയില്ല എന്തെല്ലാം പറയുന്നേക്കാം. കുക്കറിൻ്റെ ഉള്ളിലൊക്കെ കുത്തു പോലെ ഓട്ടൊക്കെ വരും. അപ്പോൾ നമ്മളെന്താക്കണം, അതൊക്കെ ഒഴിവാക്കണം. ഓക്കെ. അപ്പോൾ ഗൈസ് നമുക്കിത് നമ്മളെ കുക്കറിലേക്ക് ഇടാം. നിങ്ങളെൻ്റെ വീഡിയോക്കൊക്കെ ലൈക്കും കമൻറ്റൊക്കെ ഇടണം കേട്ടോ. ഇഷ്ടമായാലും ലൈക്കും കമൻറ്റൊക്കെ ഇട്ടിട്ടൊന്നും വരാനൊന്നുമില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് എടുക്കണമല്ലേ, എന്താണ് ഗൈസ് നിങ്ങളിങ്ങനെ. അപ്പോൾ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. കുക്കറിലേക്ക് വീണ നാരങ്ങ നിങ്ങൾ കാണുന്നത് ഗൈസ് കുക്കറാണ്. ഇതെൻ്റെ കുക്കർ. എന്തേ ഞാനിത് നോക്കിയിട്ടിട്ടതും സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് ഉപ്പിടാം. ഉപ്പ് കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. കല്ലുപ്പാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ കുറേ ഉപ്പ് ഇട്ടിട്ടുണ്ടേ. എന്നുണ്ടോ ഇത്രയൊക്കെ ഉപ്പ് വേണ്ട. ഇനി ഉപ്പ് വേണ്ടി വരും, നാരങ്ങയല്ലേ, നല്ല പുളി അടിക്കും. അപ്പോൾ നല്ല ഉപ്പ് വേണ്ടി വരും. ഇനി ഇതിൽക്കുമ്പോൾ മുളകും പൊടി ഇടണേ. നല്ല എരിവുള്ള മുളക് പൊടി കേട്ടോ. കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ അതൊക്കെ ഇട്ടിട്ട് കൊടുക്കാം. പക്ഷെ അതൊന്നും എൻ്റെ അടുത്തില്ല. അങ്ങനെ 2 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. കാരണം ഇത് നല്ല എരിവുള്ള. ഇനി ഇതിലേക്ക് പച്ചമുളക് ഇഞ്ചിയൊക്കെ വരൂലേ, അപ്പോൾ അതിൻ്റെയൊക്കെ എരിവ് കിട്ടൂലേ. അച്ചാർ പൊടി ഉണ്ടാവും. അപ്പോൾ നമുക്ക് 2 ടീസ്പൂൺ ഇട്ടാൽ മതിയാവും. വേണമെങ്കിൽ ഒരു 1/2 സ്പൂൺ ഇട്ട് കൊടുക്കാം, അത്രേ ഉള്ളൂ. ഇനി നമുക്കൊരു ഇച്ചിരി പോലെ സുർക്ക് ഒഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. സുർക്കൊഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കണം. ഈ മസാല എല്ലായിടത്തും ആവാൻ, ഉപ്പ് ആവാൻ ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് ഒരു വിസിൽ അടുപ്പിക്കാം. ഒറ്റ വിസിൽ മതിയേ, അതിൻ്റെ അപ്പുറം ഇടരുത്. ഇങ്ങനെ ഇളക്കി വരണതുണ്ടോ അവിടേക്ക്. ഇപ്പോൾ താഴത്ത് പോയി ഇനി മേൽക്കാക്കിയിട്ട് ഫുള്ളായിട്ട് ഇളക്കിയിട്ടായിട്ട് നമുക്ക് ഒരു വിസിൽ അടുപ്പിക്കാം. ബിരിയാണി ഇളക്കും പോലെ ഇളക്കാൻ പറ്റൂല, ഇങ്ങനെ കുടഞ്ഞു എടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ എല്ലായിടത്തേക്കും ഇങ്ങനെ ആയി. വെന്ത് കഴിഞ്ഞാൽ ആകെ ഇങ്ങനെ ആയിട്ടുണ്ടാവും, കുഴഞ്ഞിട്ടായിട്ടുണ്ടാവും. ഇനി ശർക്കര ഇടണം കേട്ടോ. നമ്മളിതൊരു 4 കിലോ അല്ലേ നാരങ്ങ, എനിക്ക് ഇതേപോലത്തെ ഒരു 6 പീസ് ശർക്കര ഇടാം. അപ്പോൾ ഇതുപോലെ 6 പീസ് ശർക്കര ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു വിസിലടുപ്പിച്ചിട്ട് അതിൻ്റെ ആവി പോകുമ്പോഴത്തേന് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ നമുക്ക് ശരിയാക്കാം. എന്നിട്ട് ബാക്കി പണി അത് കഴിഞ്ഞിട്ട്. ഓക്കെ ബായ്, കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ ഇതാ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഉണ്ട് കേട്ടോ. വെളുത്തുള്ളി ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുക്കറിൽ ഇത് അവിടെ ഇങ്ങനെ കൂക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂക്കല്ല, വെന്തുകൊണ്ടിരിക്കുകയാണ്, കൂക്കിയിട്ടില്ല. അപ്പോഴേക്കും നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ശരിയാക്കാം. ഓക്കെ ഗൈസ്, അത് കഴിഞ്ഞിട്ട് കടുക് വറ. അപ്പോഴേക്കും നമുക്കിത് കുന അരിഞ്ഞെടുക്കാം. ചെറുങ്ങനെ അരിയണം, കുന അരിയണം. എന്നിട്ട് എണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് എണ്ണയിൽ നല്ലോണം മൂപ്പിക്കാം. വെയ്യ വരും വീഡിയോ ലാസ്റ്റ് ഉണ്ട്. അപ്പം നമ്മളിത് വിസിലടിച്ചിട്ടുണ്ട്. ഇനി ആവി പോകാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. പിന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ കൂടെ ശരിയായിട്ടുണ്ട്. കുന അരിഞ്ഞിക്കണത് അതിലേക്കാണല്ലേ. കുന. അപ്പം നമ്മളിങ്ങനെ വേവാൻ വെച്ച് സാധനം ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. വേണ്ടോ, ഇത് വെള്ളം കുഴപ്പമില്ല. ഇതിൽ നാരങ്ങല നീരാണ്. ഇനി അച്ചാർപ്പൊടിയൊക്കെ ഇടുമ്പോൾ ബാലൻസ് ആവും. പ്രധാന പരിപാടി കടുക് വറ പുട്ടിൻ്റെ ചീനച്ചട്ടി. അപ്പോൾ ഇങ്ങനെ വലിയൊരു പാന് വെക്കുക, എന്നിട്ട് അതിങ്ങനെ കത്തിക്കുക. കത്തിച്ച് നല്ല ചൂടായി വെള്ളം പറ്റിയിട്ട് എണ്ണ വയ്ക്കാം. നല്ലെണ്ണ കേട്ടോ വേണ്ടത്, സ്വർണ്ണം നല്ലെണ്ണ. അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും.
വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ മതി. പാവപ്പെട്ടവന് വെളിച്ചെണ്ണ, പൈസക്കാരന് നല്ലെണ്ണ. പാവപ്പെട്ടവൻ നിക്കറിട്ടാൽ ബർമൂടയാവും, കാശുള്ളവൻ എന്താണ് പെപ്സി കുടിച്ചാൽ എന്താവും, എന്തോ ആകും. കറിവേപ്പിൻ്റെ ഇല, ഇതാണ് കറിവേപ്പിൻ്റെ ഇല. ഇത് നമ്മളെ കുടിയിലുള്ള തന്നെയാണ് കേട്ടോ. നമ്മളെ കുടിയിൽ തന്നെ ഉണ്ടായ കറിവേപ്പിൻ്റെ ഇല. ഞാൻ അറിഞ്ഞാണ് ഇതേ അപ്പുറത്തെ കുടിക്ക്, അപ്പുറത്തുള്ള നമ്മളോടെ ഉണ്ട്, ഇത് അപ്പുറത്താണ്. ഇതാണിത് എൻ്റെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്. അപ്പം ഇങ്ങനെ എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി വരുമ്പോൾ കടുകിടാം. എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഗൈസ്. കടുകിടാൻ പോവുകയാണെങ്കിൽ ബദർ യുദ്ധമായിരിക്കും. മാറി നോമേ. കുറച്ച് ഉലുവ ഇടണം. ഉലുവപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഉലുവ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഉലുവ ഇട്ട് പൊട്ടിയിരിക്കുന്നു ഗൈസ്. അങ്ങനെ വേപ്പിൻ്റെ ഇല ഇട്ടു, കടുകിട്ടു, ഉലുവ ഇട്ടു, എല്ലാം ശരിയായി. ഇനി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇടാൻ പോകുന്ന കാഴ്ച ഗൈസ്. ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. എല്ലാം കുറവാക്കണം കുറച്ച്. ഇത് നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിക്ക് നമ്മൾ അച്ചാർ പൊടി, കായം ഒക്കെ ഇടാൻ പോവുകയാണ്. അച്ചാർ പൊടി ഇട്ട് ഇതൊന്ന് നല്ല വഴറ്റി കൊടുത്തിട്ട് സുർക്ക ഒഴിക്കാം. സുർക്ക ഒഴിക്കണമെന്നൊന്നുമില്ല, കയ്യിലുണ്ടല്ലോ സുർക്ക. അച്ചാർപ്പൊടി നല്ല വഴറ്റി കൊടുക്കണം, പച്ചമണം മാറണം. കായംപൊടി ഇടാണേ. കായംപൊടിയാണിത്. ഇത് നന്നായിട്ടൊന്ന് വറവാക്കിയിട്ട് ഇടാം. അച്ചാർപ്പൊടിയും കായംപൊടിയും ഉലുവയും കടുക്കും നാരങ്ങയും സുർക്കയും ഒക്കെ ഉണ്ട്. ഇനി ഉപ്പുണ്ടോ നോക്കാം. നാളെ ഇത് കട്ടിയാവും കേട്ടോ. കട്ടിയില്ലെങ്കിൽ അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ വെള്ളം പോലെയാണ്, നോക്കണ്ട. നാളേക്ക് ഇത് കട്ടിയായിട്ടുണ്ടാവും. അച്ചാർപ്പൊടിയൊക്കെ ഇത്ത മസാല അതൊക്കെ പിടിച്ചിട്ട് കട്ടിയായിട്ടുണ്ടാവും, പാകത്തിനായിട്ടുണ്ടാവും. നാളെ കാണിച്ചു തരാം. ഇതിപ്പോൾ ഇന്ന് രാത്രിയാണ്, 10:30 ആയിക്കണം. ഓക്കെ ഗായ്സ്, നല്ല ടേസ്റ്റുള്ള അച്ചാർ. ഉപ്പെല്ലാം ഉണ്ട്, നമ്മൾ കുറേ ഉപ്പ് വാരിയിട്ടിന്. ഇതാണ് നമ്മുടെ ശർക്കര ഇട്ട അച്ചാർ റെഡി. ഇത്ര പണിയുള്ളൂ കേട്ടോ, കുറച്ച് പണിയുള്ളൂ. അടിപൊളിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഇല്ലേ മറിയാമേ? നല്ല ടേസ്റ്റ് ഇല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട് പോലും. മറിയ കഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ കോരുക, ഇങ്ങനെ എടുക്കുക, കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വാവ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമാവുമെന്ന് വിചാരിക്കണു ഗൈസ്. നമ്മൾ അച്ചാർ നല്ല കട്ടിക്കായിട്ട് ഇതാണോ ഉണ്ടാക്കുക ആണ്. അഥവാ ലൂസാവുകയാണെങ്കിൽ അച്ചാർ പൊടിയിട്ട് ടൈറ്റാക്കിയാൽ മതി. ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ഓക്കെ ഗൈസ്.